ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലൂടെ വിശ്വാസികളുടെ വിശേഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾ വിശ്വാസിയാണ്, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതും അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ മുസ്ലിമായിട്ട് ആഖിബത്ത് നന്നായി സന്തോഷത്തോടുകൂടി സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാനാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതാണ് എന്റെ നിങ്ങളുടെയും ആഗ്രഹം. നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നതും ഈ നമസ്കരിക്കുന്നതും ഈ ഇബാദത്ത് എടുക്കുന്നതും ഇതെല്ലാം നമുക്ക് ആഖിറത്തിന്റെ വിജയത്തിനാണ്, ദുനിയാവിന്റെ ലക്ഷ്യത്തിനല്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പട്ടിണി കിടന്നതും കഷ്ടപ്പെട്ടതും ത്യാഗം അനുഭവിച്ചതും ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ദുനിയാവിന്റെ ഒരു അലങ്കാരത്തിനോ ആർഭാടത്തിനോ അല്ല. ദുനിയാവെന്ന് പറയുന്നത് നിസാരമാണ്, നൈമിഷികമാണ്, ക്ഷണികമാണ്. ഏത് സമയത്തും എപ്പോഴും എവിടെ വെച്ച് നമുക്ക് മരിച്ചു പോകാം. അതാണ് ദുനിയാവിൽ ഒരു ഗ്യാരണ്ടി നമുക്കേ ഇല്ല, ഒരു ഗ്യാരണ്ടി നമുക്കേ ഇല്ല. ഏത് സമയത്ത് മരണപ്പെട്ടു പോകും. പക്ഷേ ആ പോകുന്ന വേളയിൽ മുസ്ലിമായിട്ട് ഇസ്ലാമിക ആദർശത്തോടു കൂടി തന്നെ മരിക്കുന്നവനായി മാറണം. അതാണ് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും ആഗ്രഹം അത് തന്നെയായിരുന്നു. അള്ളാഹുവും ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ വിശേഷണങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ 3 സ്ഥലങ്ങളിൽ 10 ഗുണങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറയുമ്പോൾ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലൂടെ പറഞ്ഞത് ഒന്നാമതായി മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിം സഹോദര മുസ്ലിം സഹോദരി അല്ലാഹു വിളിച്ചു പറയുകയാണ്. രണ്ടു കൂട്ടരെയും, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറി മാറി വിളിച്ചു പറയുകയാണ്. ഒന്നുകൂടെ ഓർമ്മിക്കാൻ, ഒന്നുകൂടെ മനസ്സിലാക്കാൻ. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് والصادقين والصادقات. തീർച്ചയായും മുസ്ലിം സഹോദരനും മുസ്ലിം സഹോദരിയും മുസ്ലിം സഹോദരങ്ങളും മുസ്ലിം സഹോദരിമാരും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളുടെ വിശേഷണം പറയുമ്പോൾ ആദ്യമായി പറയുന്നത് മുസ്ലിം സമുദായമേ, മുസ്ലിം സഹോദരാ. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. നമ്മൾ മുസ്ലിമീങ്ങളാണ്, മുസ്ലിം സഹോദരനാണ്, സഹോദരിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, വിശ്വാസികളെ ഇസ്ലാമിലേക്ക് നിങ്ങൾ ഒന്നുകൂടെ പ്രവേശിച്ചു കൊള്ളണമേ. മുസ്ലിമായ സഹോദരനെ നോക്കിക്കൊണ്ട് അല്ലാഹു പറയുകയാ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണേ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാലടികളെ, പിശാചിന്റെ പാതകളെ നിങ്ങൾ പിൻപറ്റരുതേ. ഇന്നഹു ലകും അദുവ്വൻ മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്, അവൻ നിങ്ങളുടെ വ്യക്തമായ വിരോധിയാണ്. അതുകൊണ്ട് അവന്റെ വഴികളെ സ്വീകരിക്കരുതേ, അവന്റെ വാക്കുകൾക്ക് നിങ്ങൾ സ്ഥാനം നൽകല്ലേ. പരിശുദ്ധമായ ഇസ്ലാമിൽ പരിപൂർണതയോടെ പ്രവേശിക്കുവിൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടണമേ, അല്ലാഹുവിനെ വന്ദിക്കേണ്ടതുപോലെ വന്ദിക്കണമേ, അല്ലാഹുവിനെ വഴിപ്പെടേണ്ടതുപോലെ വഴിപ്പെടണമേ, അവനെ ധ്യാനിക്കേണ്ടതുപോലെ നിങ്ങളെ ധ്യാനിക്കണമേ. അതിൽ നിന്ന് വ്യതിചലിച്ചു
പോകരുതേ. കാരണം വ്യതിചലിപ്പിക്കാൻ പിശാച് നിങ്ങളോടൊപ്പമുണ്ട്. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളായ നമ്മളെ നോക്കിക്കൊണ്ട് പറയുന്നത്, ഇസ്ലാമിന്റെ മക്കളാണ് നിങ്ങൾ, ഒന്നുകൂടെ ഉറച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണേ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമേ. ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ പാത അതാണ്, ഇസ്ലാമാണ്. അല്ലാഹു ആഗ്രഹിക്കുന്നതും അവൻ ഇഷ്ടപ്പെടുന്നതും ഇസ്ലാം എന്ന് പറയുന്ന ആദർശമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. ലോകത്ത് ഒരുപാട് ആദർശങ്ങളുണ്ട്, ഒരുപാട് പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്, ഒരുപാട് ഇതിഹാസങ്ങൾ കൊണ്ടും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൊണ്ടും ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ടും സുവിദിതമാണ് ഈ ലോകമെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട ആദർശമാണ് ഇസ്ലാം. അതിന്റെ അനുയായികളാണ് മുസ്ലിമായ സഹോദരൻ, അതിന്റെ അനുയായികളാണ് മുസ്ലിമത്തായ സഹോദരി. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാമിക ആദർശമാണ് ലോക ചരിത്രത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഏ ഇബ്രാഹിമേ, അല്ലാഹുവിനെ നീ വഴിപ്പെടണേ, നീ മുസ്ലിമാകണേ, നീ മുസ്ലിമാകണേ. നിന്റെ നെറ്റിത്തടം അല്ലാഹുവിന്റെ മുന്നിൽ നീ സമർപ്പിക്കണേ. ഫഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആദർശം പണയപ്പെടുത്താത്ത മഹാനായ ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞ ആശയമാണ്, മുസ്ലിമാകണേ ഇബ്രാഹിമേ, ഇസ്ലാമിക ആദർശത്തിൽ ഉറച്ചു നിൽക്കണേ ഇബ്രാഹിമേ. ദുനിയാവിൽ എത്ര ആദർശങ്ങൾ ഉണ്ടെങ്കിലും എത്രത്തോളം ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇസ്ലാം എന്ന ആദർശമാണ്, മുസ്ലിമിനെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഇബ്രാഹിമേ, നീ മുസ്ലിമാകണേ, വഴിപ്പെടണേ, അനുസരിക്കണേ. കാല ഇബ്രാഹിം നബി പറയുകയാണ്, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, നിന്നെ ഞാൻ വഴിപ്പെടുകയാണ്, അനുസരിക്കുകയാണ്. കീഴ്വണക്കം നിനക്ക് മാത്രമാണ് അല്ലാഹ്. ഒറിജിനൽ മുസ്ലിം, ഇന്നൽ മുസ്ലിമീൻ. ഒന്നാമത്തെ വിശേഷണം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീൽ, ഇഷ്ടതോഴൻ, ഇഷ്ടൻ, അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ എന്നാ ഖലീൽ എന്ന പദവി കൊടുക്കാനുള്ള കാരണം പോലും ഈ ഖുർആനിൽ അല്ലാഹു നമ്മളെ വിശേഷിപ്പിച്ച് അറിയിച്ച സിഫത്തുകൾ പരിപൂർണമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അല്ലാഹു അത് സ്വീകരിച്ചിരുന്നു, അല്ലാഹു അത് സ്വീകരിച്ചു, ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയുടെ മില്ലത്തല്ലേ നമ്മുടെ മില്ലത്ത്. മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. നമുക്ക് എങ്ങനെ അല്ലാഹു പേരിട്ടത്? മുസ്ലിം എന്നുള്ള പേരിട്ടു. ഇബ്രാഹിം നബിയുടെ മില്ലത്തായി അല്ലാഹു അത് അംഗീകരിച്ചു. എന്നിട്ട് അല്ലാഹു പറയാ, ഈ മില്ലത്തിനെ, ഈ ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ മുസ്ലിം അല്ലാത്തവനെ അല്ലാഹുക്ക് വേണ്ട. يبتغي غير الإسلام ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ഇസ്ലാമിക ആദർശമല്ലാത്ത ഏതെങ്കിലും ഒരു ആദർശത്തെയാണ് അല്ലാഹുവിന്റെ ദാസന്മാരും ദാസിമാരും ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവൻ ആഖിറത്തിൽ തീരാ നഷ്ടവാളിയായിരിക്കും. അവൻ ദുഃഖിക്കേണ്ടി വരും, അവൻ പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ആദർശം
ആദർശമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമുദായമേ സഹോദരാ, ഇസ്ലാമിക ആദർശത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു വിശ്വാസികളുടെ വിശേഷണങ്ങളിലൂടെ ഒന്നാം നമ്പറായി നമ്മളെ അറിയിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സകലമാന ജീവിതങ്ങളും തന്റെ ആദർശങ്ങളും തന്റെ പ്രവർത്തനങ്ങളും തന്റെ ഓരോ ചലന നിശ്ചലനാവസ്ഥകളും തന്റെ കർമ്മമണ്ഡലങ്ങളുമെല്ലാം പടച്ച തമ്പുരാന് വേണ്ടി സമർപ്പിച്ചില്ലേ? ആ സമർപ്പണം അള്ളാഹു സ്വീകരിച്ചുകൊണ്ടല്ലേ ഇന്നും നാം നമസ്കാരത്തിന് വേണ്ടി പ്രതിജ്ഞ എടുക്കുമ്പോ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ മുന്നിൽ ഏറ്റെടുത്ത പ്രതിജ്ഞയല്ലേ ഞാനും നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ കൈകെട്ടി നിൽക്കുമ്പോ ചൊല്ലുന്നത്? ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ സവിധത്തിലാണ് റബ്ബേ, നിന്റെ ദർബാറിലാണ് റബ്ബേ എന്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുന്നത്. യഥാർത്ഥ മുസ്ലിമാണ് ഞാൻ അല്ലാ, കളങ്കമില്ലാത്ത മുസ്ലിമാണ് ഞാൻ അല്ലാ. നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി സിൻസിയറിറ്റിയോടുകൂടി നിന്റെ മുന്നിൽ ഞാൻ ഇതാ നിൽക്കുകയാണ് അല്ലാ. എന്തിനാണ് എന്റെ കർമ്മങ്ങൾ? നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നതിനാണ് റബ്ബേ. അതുകൊണ്ട് നാദാ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരം അല്ലാ, ലോകത്തിന്റെ രക്ഷിതാവേ, ജഗത് നിയന്താവേ, നിനക്ക് വേണ്ടി മാത്രമാണ് അല്ലാ. നിന്റെ മുന്നിലല്ലാതെ ഞാൻ ഈ നെറ്റി ചലിപ്പിക്കില്ല റബ്ബേ, ഈ നെറ്റി കുനിക്കില്ല അല്ലാ, ഞാനിത് സമർപ്പിക്കില്ല അല്ലാ. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ ഹജ്ജ് കർമ്മങ്ങൾ, എന്റെ ബലി കർമ്മങ്ങൾ, എന്റെ സകലമാന അനുഷ്ഠാന കർമ്മങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥാ, ലോകങ്ങളുടെ രക്ഷിതാവേ, നിനക്ക് മാത്രമാണ് അല്ലാ, നിനക്ക് മാത്രമാണ് റബ്ബേ, അതിൽ മറ്റാർക്കും അവകാശമില്ല അല്ലാ. അചഞ്ചലമായ ഈമാനിക ആവേശത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാം റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ചത്. ആ സമർപ്പണം അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടാണ് 21ാം നൂറ്റാണ്ടിൽ ഞാനും നിങ്ങളും ഞെളിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ വതബിഉ മില്ലത അബീകും ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആ മതത്തെ നിങ്ങൾ പിൻപറ്റണേ, പിൻപറ്റണേ. ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, അവൻ നിങ്ങൾക്ക് പേരിട്ടിരിക്കുകയാണ് മുസ്ലിം, മുസ്ലിം എന്ന് പേരിട്ടിരിക്കുകയാണ്. അതല്ലേ എല്ലാ സമയവും റബ്ബിന്റെ മുന്നിൽ നാം പ്രതിജ്ഞ പുതുക്കുന്നത്? വ ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് അല്ലാഹ്, ഞാൻ മുസ്ലിമാണ് അല്ലാഹ്, നീയല്ലാതെ എനിക്ക് മറ്റാരും എന്റെ മുന്നിലില്ല. നമ്മൾ ആരുടെ ഫാനാവണം? അള്ളാന്റെ ഫാനാവണം. അതാണ് അല്ലാഹ് ഇവിടെ പറയുന്നത്. ആരുടെ ഫാൻ? അള്ളാന്റെ ഫാൻ. അള്ളാന്റെ ഫാനാവണം, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ആരാധ്യൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ആരാധിക്കാനും ഇഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്നവനായി മാറണം. എങ്കിൽ അവൻ മുസ്ലിം, അവനാണ് ഒന്നാമത്തെ ക്വാളിറ്റി അല്ലാഹ് കൊടുത്തത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആ ഇസ്ലാമിക ആദർശമല്ലാത്ത മുസ്ലിം സമുദായമേ നാവുകൊണ്ട്, പേരുകൊണ്ട്, റേഷൻ കാർഡിലോ പാസ്പോർട്ടിലോ സർട്ടിഫിക്കറ്റിലോ പേരുകൊണ്ട് മാത്രം മുസ്ലിം ആയതുകൊണ്ട് കാര്യമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം പോലുള്ള ആദർശമായിരിക്കണം എനിക്ക് നിങ്ങൾക്കും. അതാണ് ഇസ്ലാം. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല.